എടീ, ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്ക. രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡോ? അതെ, അത് കൊള്ളാം. പിടിച്ചെന്നായപ്പോ പുതിയ കഥ ഇറക്കാപ്പാ. ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡോ? അതെ, അത് അശ്ലീലം പറയുന്നത്. ഞാനൊന്നും ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്തുള്ളത്തിനും പറയാനാണോ? നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് തീയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ആകെ ഒരു ദുരന്ത കഥയാണ്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. ദിയയുടെ ഭർത്താവ് രാത്രി ഫോൺ വിളിച്ച് പൂവാലന്മാരെ പോലെ സംസാരിക്കുന്നുവെന്ന യുവതിയുടെ ആരോപണത്തിനാണ് ദിയ മറുപടി നൽകിയിരിക്കുന്നത്. വീട്ടിൽ ബിരിയാണിയാണ് മോളെ, മണ്ണുവാരി തിന്നാറില്ല അവൻ. ഒരു 500 1500 രൂപ വന്ന് ഞങ്ങൾ 3 പേരായിട്ടാണ് അത് എടുക്കുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞ? ഒരു 500 1500 രൂപ വന്ന് ഞങ്ങൾ 3 പേരായിട്ടാണ് അത് എടുക്കുന്നത്. ഒരു 500 1500 രൂപ വന്ന് ഞങ്ങൾ 3 പേരായിട്ടാണ് അത് എടുക്കുന്നത്. 3 പേരായിട്ട് എടുത്തിട്ട് ചേച്ചിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ